ഹായ് ഡിയേഴ്സ്, ഐ എം മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ. അപ്പോൾ ഒത്തിരി പേര് നമ്മുടെ മേക്കപ്പ് വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഒരു മേക്കപ്പ് ക്ലാസ് അറേഞ്ച് ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു മേക്കപ്പ് ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മളൊരു 1 day മേക്കപ്പ് വർക്ക്ഷോപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെറും 5000 rupees മാത്രമാണ് ഈ ഒരു ക്ലാസ്സിന് ആകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ 1 day മേക്കപ്പ് വർക്ക്ഷോപ്പിന് എന്തെല്ലാം ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത് നമ്മുടെ സിഗ്നേച്ചർ ഹിന്ദു ബ്രൈഡൽ ലുക്കാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ആസ് യൂഷ്വൽ കണ്ടുവരുന്ന ഒരു ഹിന്ദു ബ്രൈഡൽ ലുക്ക് അല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ ഫോളോ ചെയ്ത് വരുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതായത് നമ്മുടെ റീസെന്റ് മാരീഡ് ആയിട്ടുള്ള ഗോപിക, അതുപോലെ തന്നെ സ്വാസിക ആക്ട്രസ്, ഇവരെല്ലാം മേക്കപ്പ് ശ്രദ്ധിച്ച ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഒരു സ്റ്റൈലാണ്. അപ്പൊ ആ ഒരു അതേ സെയിം പാറ്റേൺ അല്ല നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരു മേക്കപ്പ് ആണ് ചെയ്യുന്നത്. HD ഉണ്ട്, എയർ ബ്രഷ് കവർ ചെയ്യുന്നുണ്ട്, പിന്നെ വളരെ യൂണിക് ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ഹെയർ സ്റ്റൈൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാരി ഡ്രേപ്പിംഗ് ക്ലാസ്സും ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു സിഗ്നേച്ചർ ലുക്ക് ആയിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോവാ. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ചെയ്ത കുറച്ച് വർക്ക്സും ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ളൊരു മേക്കപ്പ് വീഡിയോ ആണ്. കണ്ണടച്ചേ ഇതാ ചേച്ചിയുടെ മേക്കപ്പിന് ശേഷമുള്ള സന്തോഷ പ്രകടനങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഭയങ്കര ഹാപ്പിയാണ്. നോർമലി ആ ചേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കിൻ കെയറോ അങ്ങനെ മേക്കപ്പോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പം പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വലിയൊരു മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, നിങ്ങൾ ശരിക്കും അമ്മയും മോളെയും കാണിച്ച് പറ്റിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തു കേട്ടോ. ശരിക്കും അങ്ങനെയൊന്നും അല്ല, ഇത് ശരിക്കും ആൾ മാറിപ്പോയതാണ് കേട്ടോ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആളുടെ സിസ്റ്റർ ആണ് അവിടെ പിങ്ക് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത്. എല്ലാവരും ഇതിനെപ്പറ്റി പറഞ്ഞ് ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായി, രണ്ടുപേരും പിങ്ക് ഡ്രസ്സ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾ പറ്റിക്കുകയാണ്, സെയിം ആളല്ല ആദ്യം കാണിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ആളുകളുടെ നെഗറ്റീവ് കമൻറ്റ് ഒന്നും നമ്മൾ വലിയ കാര്യമാക്കുന്നില്ല. ഇത് സിമി ചേച്ചിയുടെ സിസ്റ്ററിനാണ് ആദ്യം നമ്മൾ മേക്കപ്പ് ചെയ്തത്. സിമി ചേച്ചിയും ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് കേട്ടോ മേക്കപ്പ് കഴിയുമ്പോഴത്തേക്ക്. സിമി ചേച്ചിയുടെ ഹെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരെ അന്തം വിട്ടുപോയി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും ഹെയർ സിമി ചേച്ചിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പം ഈ ഒരു മേക്കപ്പ് ഇത് ശരിക്കും ഗസ്റ്റ് മേക്കപ്പ് ലുക്കായിട്ടും കൂടി ഞാൻ ഫസ്റ്റ് ഈ വീഡിയോയിൽ ഇടാൻ കാരണം ഈ ഒരു ഏജിലുള്ള ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യണോ എന്നൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷേ മേക്കപ്പ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്നൊരു മാറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് സിമി ചേച്ചിയുടെ മോളാണ്. മോൾക്ക് ലൈറ്റായിട്ടുള്ള ഒരു ടച്ചപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരാളെ മാറ്റാനായിട്ട് മേക്കപ്പിൻ്റെ റോള്, ഒരു ഫിസിക്കൽ അപ്പിയറൻസ് മൊത്തത്തിൽ തന്നെ അങ്ങ് മാറ്റിക്കളയുന്നുള്ളതാണ് നമ്മളെ ഞെട്ടിച്ച് കളയുന്ന ഒരു കാര്യം. ഇതൊരു കസിൻ സിസ്റ്ററാണ്, ആ കുട്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അടിപൊളി വർക്കായിരുന്നു കേട്ടോ അത്. അടുത്ത വർക്ക് നമ്മളൊരു ഹിന്ദു ബ്രൈഡൽ വർക്കാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടേബിൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ശ്രീയയുടെ മെഹന്തി നൈറ്റാണ് ഇന്ന് അല്ലേ? എങ്ങനെ ഒരു ലുക്കാണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ആദ്യം സെറ്റ് സാരിയാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ഗ്ലോസി അങ്ങനെ ഒരു നാച്ചുറൽ ഫിനിഷിങ് അങ്ങനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് 2 ഡ്രസ്സും വരുന്നുണ്ടല്ലോ, അപ്പോൾ രണ്ടിനും കൂടെ മാച്ചായി പോകുന്ന രീതിയിൽ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശ്രീയയുടെ ഹെയർ ഭയങ്കര സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹെയർ ആണ്. നമ്മുടെ പേളിമാണിയുടെ അത്രയും കേളിയല്ല, എന്നാലും ഒരു കേളി ടൈപ്പ് ഹെയർ ആണ്. അപ്പോൾ ആ ഒരു ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്റ്റൻഷനും എല്ലാം വളരെ പ്രിപ്പേർഡായിട്ട് വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. ആളുടെ ഹെയർ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലിംഗ് ചെയ്യണം എന്നുള്ളത് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു സ്റ്റൈലിംഗ് ആണ് ആൾക്ക് കൊടുത്തിരിക്കുന്നത്. ആൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എസ്പെഷ്യലി ഹെയറിൻ്റെ കാര്യത്തിൽ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു കേട്ടോ. എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഹെയർ പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെയറിൻ്റെ സ്റ്റൈൽ, അതായത് ആ ഒരു ടെക്സ്ചർ ഒന്നും മാറരുത്, അല്ലാണ്ട് തന്നെ ആ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റൈലാണ് പുള്ളിക്കാരത്തേക്ക് ആവശ്യം എന്നുള്ളത് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അനുസരിച്ച് നമ്മൾ ഒത്തിരി റിസർച്ച് ചെയ്ത് കേളി ഹെയർ എക്സ്റ്റൻഷനൊക്കെ കണ്ടുപിടിച്ചാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ ഒരു ഹെയർ ടൈപ്പിന് പറ്റിയ എക്സ്റ്റൻഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുമാത്രമല്ല ഭയങ്കര എക്സ്പെൻസീവും ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് കേൾസ്. ശരിക്കും സ്ട്രെയിറ്റ് ഹെയറിനേക്കാളും എക്സ്പെൻസീവ് ആണ് കേട്ടോ ഈ കേളി ഹെയർ. ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഹെയർ ഒക്കെ എല്ലാവർക്കും ഭയങ്കര അടിപൊളിയായിരുന്നു. ഇന്ന് ശ്രീയുടെ വെഡിങ് ഡേ ആണ്. വെഡിങ് ഡേയിൽ എങ്ങനെയാണ് സജഷൻ?
നമുക്ക് ഇന്നലെ ചെയ്ത പോലെ ഒരു നല്ലൊരു കർലി ഹെയർ സ്റ്റൈൽ കൊടുത്ത്. ഇന്നത്തെ ഹെയർ സ്റ്റൈൽ എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ കേൾസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും ചെയ്യുന്നത്, വേറെ ലുക്കായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നും നമ്മൾ കേളി ഹെയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ഹെയർ സ്റ്റൈൽ കൊടുക്കുന്നത്. പക്ഷേ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ കുറച്ച് പിങ്ക് ടോൺ കയറ്റിയുള്ള മേക്കപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർണമെൻറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുവാണ്. നമ്മൾ ഹിന്ദു ബ്രൈഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സീനാണ് കേട്ടോ. കാരണം ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. സാരി ഡ്രേപ്പിംഗ്, ജ്വല്ലറി സെറ്റിംഗ്, അതുപോലെ തന്നെ ഫ്ലവർ സെറ്റിംഗ് എല്ലാം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽപ്പേഴ്സും അതുപോലെ നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഓടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ്. കണ്ടോ, ഇതാണ് ആളുടെ കംപ്ലീറ്റ് ലുക്ക്. ഇന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു മേക്കപ്പ് പോലെയല്ല നമ്മൾ ഈ ഒരു ഡേയിൽ നമ്മൾ ആളെ ഒരുക്കി വിട്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ലുക്ക് തന്നെ വ്യത്യാസമുണ്ട്. അതുപോലെ ചെയ്തിരിക്കുന്ന മേക്കപ്പ് ടെക്നിക്സും വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കേളി ഹെയറുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറ്റാൻ എനിക്ക് ഇഷ്ടമേ അല്ല. അവർ പറഞ്ഞാൽ മാത്രമാണ് ഞാൻ അങ്ങനെ ടെക്സ്ചർ മാറ്റി ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ആ ഒരു ഹെയർ കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ കേൾ ചെയ്തുകൊണ്ടിരിക്കാനും ആ കേൾസ് നിലനിർത്തിക്കൊണ്ട് സ്റ്റൈൽ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഇതാണ് ആളുടെ കംപ്ലീറ്റ് ലുക്ക്. നമ്മൾ ആ ഒരു വെളിച്ചത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇതാണ് ആ സ്കിന്നിൻ്റെ ഒരു ടോൺ വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അടുത്തൊരു ഒരു ഹൽദി ഫംഗ്ഷൻ്റെ മേക്കപ്പ് കാണാം. ഡോണിയ ഇന്ന് ഡോണിയുടെ ഹൽദി ലുക്കാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? റെഡിയാണോ? റെഡിയാ. ഓക്കെ. ഡോണി എന്താ ചെയ്യുന്നത്? ഞാൻ ആർക്കിടെക്റ്റാണ്. ഓക്കെ. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? UK. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഡോണിയുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്നാണ്. നമുക്ക് ഒരുപാട് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. എന്നാൽ മേക്കപ്പ് ഒരുപാട് കൂടിപ്പോകാനൊന്നും പാടില്ല. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സ്കിന്നാണ്. നല്ല ക്ലിയർ സ്കിന്നാണ്, പക്ഷെ നല്ല ഫെയർ സ്കിന്നുമാണ്. അതുകൊണ്ട് നമ്മൾ മേക്കപ്പ് കൂടി പോകാണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ആൾ എന്നോട് ഒരുപാട് ഡിമാൻഡ്സ് ഒന്നും പറഞ്ഞില്ല. ആൾക്ക് നമ്മുടെ മേക്കപ്പ് സ്കിൽസിൽ ഭയങ്കര ട്രസ്റ്റ് ഉണ്ടായിരുന്നൊരു ക്ലയൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും എന്നോട് അങ്ങനെ ഡിമാൻഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഡോണിയുടെ കൂടെ ഉള്ള വർക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ ലിപ്പ് ലൈനർ വെച്ച് തന്നെ ലിപ്പൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. നമ്മൾ ഈ ബ്രഷ് എടുത്തിട്ട് കുറച്ച് ലിപ്പ് ലൈനറിൻ്റെ ഒരു ഷെയ്ഡ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് പുറമെയായിട്ട് നമ്മളത് ഡിഫൈൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. ലിപ്പിന് നല്ലൊരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുകളിലായിട്ട് ലിപ് ഷെയ്ഡ് കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ലുക്ക് ഇതാണ്. നമ്മൾ റൂമിലെ ലൈറ്റിൽ വന്ന് എടുത്തതാണ്, അതുകൊണ്ട് കുറച്ച് ഫെയർ ആയിട്ട് തോന്നും. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാണ് ആളുടെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ. ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡോണയുടെ കംപ്ലീറ്റ് ആ ഒരു ഫൈനൽ ലുക്ക് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി ഹെയർ സ്റ്റൈല് ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ആ ഒരു ഫ്ലവർ ഡെക്കർ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പ്രത്യേകം ആളുടെ ഔട്ട്ഫിറ്റിന് ചേരുന്ന രീതിയിൽ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഡോണിയുടെ ആ ഒരു ഫ്ലവർ. കണ്ടോ, ബാക്കിലെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹൽദി ഫംഗ്ഷൻ എന്താണേലും അടിപൊളിയായിരിക്കും. അപ്പോൾ കുറേ പിക്സും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തു. ഇനി അടുത്തത് നമ്മുടെ ബ്രൈഡ് വരുന്നത് ബിജിയാണ്. ബിജിക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പറയാനായിട്ട്. അപ്പോൾ ബിജിക്ക് ഒരു നാച്ചുറൽ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാന്നുള്ളത് വളരെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഒത്തിരി കവറിങ് ഒന്നും വേണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു മേക്കപ്പാണ് നമ്മൾ ആൾക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ.